സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയുന്നത് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. നമ്മളുടെ പ്രിയ നടൻ ഉണ്ണിമുകുന്ദൻ ഒരു താര സിംഹാസനം തന്നെ വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു 6 വർഷം മുമ്പ് കൈരളി TV-യിൽ ജോൺ ബ്രിട്ടാസിന് നൽകിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ടെറസിൻ്റെ മുകളിൽ നിന്ന് ചാകാൻ വരെ തീരുമാനിച്ചൊരു വ്യക്തി സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു സിംഹാസനം, മലയാള സിനിമയിലെ താരസിംഹാസനം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. മാർക്കോ എന്ന സിനിമ കണ്ടവരുടെ റിവ്യൂ നിങ്ങൾ നോക്കിയറിയാം. മാർക്കോ എന്ന സിനിമയിൽ ഹനീഫ് അദാനിയുടെ സംവിധാന മികവിൽ ഒരു പറ്റം വില്ലന്മാരുടെ ഈ സിനിമ കാണണമെങ്കിൽ മനക്കരുത്തും ചങ്കൂറ്റമുള്ളവർ മാത്രം പോയി കാണുക. അവർക്ക് ഇത് കാണാൻ പറ്റൂ. അത് ലേഡീസ് ആയിക്കോട്ടെ, ഈ ഒരു കഴിവുള്ളവർക്ക് മാത്രം പോയി കാണാൻ പറ്റുന്ന ഏക സിനിമ. ഇപ്പോൾ കന്നഡയിൽ 100 കോടി, ഇത് 100 അല്ല 500 കോടി കിടക്കും. ആ നടൻ്റെ സ്വയം ഒരു പ്രയത്നം, കഠിനമായിട്ടുള്ള ആ പ്രയത്നമാണ് ഈ സിനിമയുടെ വിജയം. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങി എല്ലാവരും പറയുന്ന ഒരേ റിവ്യൂ, ബോളിവുഡിലും ഹോളിവുഡിലും മാത്രമല്ല മലയാളത്തിലും ഇത് ചെയ്യാൻ കെൽപ്പുള്ള കഴിവുള്ള ഏക ഒരു നടൻ ഉണ്ണിമുകുന്ദനാണ്. കേരളത്തിൽ അഭിമാനിക്കാം, ഒറ്റപ്പാലംകാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാം. ഉണ്ണിമുകുന്ദൻ എന്നൊരു നടൻ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച ഒരു സിംഹാസനം, അതും മാർക്കോ എന്ന സിനിമയിൽ. എത്രത്തോളം നമ്മൾ ആ മനക്കരുത്തുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഹാഫിൽ ആ സിനിമയുടെ പോക്ക് തന്നെ വേറൊരു ലെവലാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിമുകുന്ദനെ പ്രത്യേകിച്ച് അഭിമാനിക്കാം. ഇങ്ങനെ ഒരു താരസിംഹാസനം പണിതെടുക്കാൻ ഉണ്ണിമുകുന്ദന് മാത്രമേ കഴിയൂ. ഈ പടം ഒരു 500 കോടി കടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരളം ഒറ്റയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു പടം മാർക്കോ ഉണ്ണിമുകുന്ദൻ.